സമൂഹത്തിൽ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ എവിടെയെങ്കിലും വന്ന് പറയുക എന്നുള്ളത് അവർക്ക് എന്തൊരു ആശ്വാസം കിട്ടുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. പണക്കാട് നിന്നൊരു കുട്ടി അതിൻ്റേതായ ഒരു അച്ചടക്കമൊക്കെ എവിടെ പോകുമ്പോഴും ഉണ്ടാവണമെന്ന് അദ്ദേഹത്തിന് വലിയ നിർബന്ധമായിരുന്നു. പക്ഷേ എനിക്ക് അദ്ദേഹം പശയായ സഹോദരനായിരുന്നു. അദ്ദേഹം തരുന്ന സ്നേഹം, ആ സ്നേഹത്തിന് പകരമൊക്കെ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെടുന്നത്. അപ്പോൾ അന്ന് ലൈബ്രറിയിലെ ടി വിയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അത് പല രീതിയിലും പല പെർസ്പെക്റ്റീവിലായിരുന്നു അത് ആളുകളത് കണ്ടത്. നമ്മൾ ഇത്തരം ഭീകരപ്രവർത്തനം നടത്തേണ്ടവരല്ല, അതിൽ നടത്തുന്നവരൊക്കെ അത് ഇസ്ലാമിക വിശ്വാസപ്രകാരം അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ, കാരണം ആ മുസ്ലിങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ ആശയങ്ങൾ ഇല്ലാതാവുമ്പോൾ അവിടെ വൈകാരികതയും അതുപോലെ തന്നെ വിദ്വേഷവും ഹേറ്റ്രഡ് പൊളിറ്റിക്സ് ഇവിടെ പരീക്ഷ നോക്കി എന്നുള്ളതാണ് BJP. വർഗീയത പറഞ്ഞുകൊണ്ട് ഇവിടെ വോട്ട് വാങ്ങാൻ നോക്കുമ്പോൾ നമ്മൾ സൗഹൃദത്തെ പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങുകയാണ് വേണ്ടത്. പക്ഷേ ഇടതുപക്ഷം എന്നും വർഗീയതക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. കേരളത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വർഗീയത പറഞ്ഞുകൊണ്ട് അവർ ധ്രുവീകരണം നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പരാമർശങ്ങളാണ് ഇന്ന് ഭരിക്കുന്നവർ, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വൺ സ്റ്റോറി തുടരുകയാണ്. ഇത്തവണ നമുക്കൊപ്പമുള്ളത് മുനവർ അലി ശിഹാബ് തങ്ങളാണ്. തങ്ങൾ സ്വാഗതം വൺ സ്റ്റോറിയിലേക്ക്. താങ്ക് യു. കുറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു അഭിമുഖം കൂടിയാണിത്. ഇപ്പം പാണക്കാട് കൊടപ്പനക്കൽ തറവാട് എന്നത് ഇപ്പോൾ പല തവണ അവിടെ വരുമ്പോൾ ഒരുപാട് മനുഷ്യർ അവിടെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആ ഒരു സാഹചര്യമായിരിക്കും. ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ എത്ര കണ്ട് ആ ഒരു പശ്ചാത്തലം കുട്ടിക്കാലം മുതൽ നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ടാവും? എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങൾ കാണാൻ തുടങ്ങിയതൊരു ജനനിബിഡമായ മുറ്റാണ്. ജനങ്ങൾക്കിടയിലാണ് ഞങ്ങൾ വളർന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വീട് അങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ സങ്കല്പിച്ചിരുന്നത്. പക്ഷേ എന്തിനാണ് അവർ വന്നത് എന്നത് തിരിച്ചറിഞ്ഞത് കുറേ കഴിഞ്ഞാണ്. കാരണം ഒരുപാട് പേര് സങ്കടങ്ങൾ അവിടെ വന്ന് പറയും, വേദനകൾ പറയും. ആ വേദനകളൊക്കെ എത്ര വലുതാണ് എന്നുള്ളത് ഞങ്ങളുടെ പിതാവും അതുപോലെ പൂർവികരായിട്ടുള്ള പിതാവിനൊക്കെ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് കേട്ടത് എന്നുള്ളതാണ് ഞങ്ങൾ പിന്നെ ചിന്തിച്ചത്. അപ്പോൾ സമൂഹത്തിൽ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരുടെ മാനസിക പ്രയാസങ്ങൾ, സാമൂഹ്യ വിഷയങ്ങൾ, ഇതൊക്കെ എവിടെയെങ്കിലും വന്ന് പറയുക എന്നുള്ളത് അവർക്ക് എന്തൊരു ആശ്വാസം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെ കേൾക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വരുന്ന മനുഷ്യരുടെ സങ്കടങ്ങൾ, ഇതിങ്ങനെ നമ്മളാണെങ്കിൽ പോലും ഉണ്ടല്ലോ, ഈ സങ്കടങ്ങൾ കൂടുതൽ കേൾക്കുമ്പോൾ നമ്മളെ അത് ഒരുതരം നിസ്സഹായതയിലേക്ക് എത്തിക്കുന്ന സന്ദർഭം ഉണ്ടാവും. വളരെ ചുരുങ്ങിയ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ പോലും ഇത് നിരന്തരമായിട്ട് മനുഷ്യർ വന്ന് അവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും വിഹുലതകളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ അത് എങ്ങനെയായിരുന്നു പിന്നീടൊക്കെ അതിനോട് സമരസപ്പെട്ടു പോയത് എന്നുള്ളതാണ്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ നിയോഗം. അപ്പോൾ ദൈവം ഓരോരുത്തർക്കും നിയോഗം കൊടുത്തിട്ടുണ്ട്. പിന്നെ ജാലിൻ ഫില്ലൽ ഖലീഫ. അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ഉള്ള നിയോഗം ഇത് കേൾക്കാനാണെന്നുള്ള നിയോഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിൽ നിന്നൊക്കെ നമ്മൾ കേട്ടും കണ്ടും ശീലിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ആളുകൾ വന്ന് പൊട്ടിക്കരയുന്നതും അവിടെ വേവലാതികൾ പറയുന്നതൊക്കെ കാണുമ്പോൾ അദ്ദേഹം മനസ്സിൽ സങ്കടപ്പെടാറുണ്ട്. പക്ഷേ ആ സങ്കടപ്പെടുമ്പോൾ അവർക്കെന്തെങ്കിലും അതിന് പരിഹാരം ചെയ്തു കൊടുക്കാൻ സാധിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു വലിയ സംതൃപ്തിയും അതാണ് തൻ്റെ ദൗത്യമെന്ന് തിരിച്ചറിയുകയാണ്. അപ്പോൾ അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വേവലാതി കേൾക്കലോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കലോ അതൊന്നും ഒരു മുഷിപ്പും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പൊതുവേ ഉണ്ടാവും നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള ഒരു സ്വാർത്ഥത മൂലം പരമാവധി ആളുകളെ അകറ്റി നിർത്തുകയാണ് നല്ലത്. അടുപ്പിക്കാൻ നമ്മളൊക്കെ വിസമ്മതിക്കുന്ന ഒരു മനസ്സിൻ്റെ ഇടയിലാണ് പരമാവധി ആളുകളെ സ്വാംശീകരിക്കാൻ ഈ ഒരു തറവാട് തുടക്കം മുതൽ തന്നെ പതിറ്റാണ്ടുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവിടെ വരുന്ന ഓരോരുത്തരിലും അത് പറഞ്ഞിട്ടാണോ ഇതിലേക്ക് നമ്മൾ ആ സന്ദേശം ഉൾക്കൊള്ളുന്നത്, അതോ നമ്മളും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഫ്ലോ പോലെ അതിൻ്റെ ഭാഗമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്?
അതിൻ്റെ ഭാഗമായി തീരുകയാണ്. അത് ആളുകൾ അവിടെ അറിയാതെ അവിടെ ആളുകൾ ഞാനൊക്കെ നേരം വെളുത്ത് വെറുതെ അവിടെ ഇരിക്കുമ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ വാപ്പയുടെ കാലത്താണ് ആളുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഓർമ്മകളിൽ അവരിപ്പോഴും അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ അതിപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. അതൊരു ഒഴുക്കായി. ആളുകളിപ്പോൾ ചൊവ്വാഴ്ച ദിവസമാണ് നമ്മൾ കൂടുതലും അവിടെ ആളുകൾ കാണുന്നത്. അപ്പോൾ അന്ന് സുബഹി മുതൽ രാത്രി 12 മണി വരെ നമ്മുടെ എല്ലാ വീടുകളിലും, അപ്പോൾ സാദിഖൽ തങ്ങളാണ് നമ്മുടെ കാരണവർ, അദ്ദേഹവും അതുപോലെ ഞങ്ങളൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും. അവിടെയൊക്കെ വന്ന് ആളുകൾ അവിടെ പ്രയാസം പറയുമ്പോൾ ഓരോ ആവശ്യങ്ങൾക്ക് പലർക്കും പല പ്രയാസങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളതിൻ്റെ ഒരു ഭാഗമായി മാറി. നമ്മൾക്കൊരിക്കലും ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അത് ഒരു ഒളിച്ചോട്ടം എന്ന് ജനങ്ങളിൽ നിന്നും സാധിക്കില്ല എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയാണ്. അപ്പോൾ ഞങ്ങളുടെ ജീവിതം ജനങ്ങളിലാണ്. നമ്മുടെ ആ ജീവിതം അവരെ കൂടെ തന്നെയാണ്. അത് തന്നെ ഞങ്ങൾക്ക് ഉണ്ടാവും. അതിൽ കിട്ടുന്ന വലിയ ഒരു ആനന്ദമുണ്ട്. അതാണ് ഞങ്ങളൊക്കെ ഇതിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ ശാബ്ദങ്ങളുള്ളപ്പം തന്നെ ഞാൻ 2-3 തവണ അവിടെ വന്ന സന്ദർഭം ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ പ്രായോഗികമായിട്ട് നടക്കാത്ത കാര്യങ്ങളാണ് ഈ വരുന്ന മനുഷ്യർ പങ്കുവെക്കുന്നത്. അവസാനം പോകുമ്പോൾ ഒക്കെ ശരിയാവും എന്ന് പറയുന്നത്, ആ ഒക്കെ ശരിയാവും എന്ന് കൊടുക്കുന്ന ഒരു ഉറപ്പിൽ ആ മനുഷ്യർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് തന്നെയാണോ അവരെ പിന്നെ ശുഭാപ്തിയോടുകൂടി തിരിച്ചു പോകാൻ പ്രേരിപ്പിക്കുന്നത്? തീർച്ചയായും ഇത് നമ്മുടെ മാത്രമല്ല, ഇതൊരു ദൈവികമായി നമ്മൾ അവർക്ക് അള്ളാഹുവിനെ വരമേൽപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവരോട് അള്ളാഹു സഹായിക്കട്ടെ എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഞങ്ങളുടെ വ്യക്തിപരമായ കഴിവോ ആ ഒരു ആശ്വാസമോ അല്ല അവിടെ ഞങ്ങൾ ഇപ്പോൾ അത് ഞങ്ങളുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് ആശ്വാസം കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത്. ആ പ്രാർത്ഥന നമ്മൾ അള്ളാഹു ഷിഫയാക്കട്ടെ, അള്ളാഹു സലാമത്താക്കട്ടെ, ഇത് 2 കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ആ ആശ്വാസം ഒരുപക്ഷെ അവർക്ക് ആ വാക്കുകൾ ഒരുപക്ഷെ അവർക്ക് ആശ്വാസം ഉണ്ടാവും, സാന്ത്വനം ഉണ്ടാവും. അതിൽ വലിയൊരു ആത്മവിശ്വാസവും അതിലൊരു വലിയ കംഫർട്ടും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ അവിടെ വരുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്തൊക്കെ അതുണ്ടായാലും കുറേ കഴിയുമ്പോൾ ആൾക്കാർക്ക് പിന്നെ അതുണ്ടാവില്ല, ഒരു തറവാടിനോടുള്ള ഒരു ആഭിമുഖ്യം കുറയുക, അല്ലെങ്കിൽ അത് പിന്നെ അത് മുമ്പ് കാണിച്ചിരുന്നൊരു, പക്ഷെ അതല്ലല്ലോ സംഭവിക്കുന്നത്. പാണക്കാട് അന്നും ഇന്നും വരുമ്പോൾ ആ ജനനിബിഡമായി തന്നെ ആ മുറ്റം മാറുന്നു. അപ്പോൾ ആ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് അത്ര വലുതായതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ ആ മനുഷ്യരെ പിന്നെയും ഇങ്ങോട്ട്. അതെ, തീർച്ചയായും അത് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് പിന്നെ അവർ പ്രതീക്ഷിക്കുന്നത് പോലെ. കാരണം വാപ്പയും അതുപോലെ വല്യപ്പയൊക്കെ ഇരുന്ന വീടുകളാണ്. അപ്പോൾ അവിടെ അവരെ തേടി വന്ന ആളുകളാണ് വീണ്ടും പുതിയ തലമുറയെ തേടി വരുന്നത്. അപ്പോൾ അത് ആ ഒരു ഗൗരവത്തിലും അതുപോലെ തന്നെ അതേ രീതിയിൽ ആളുകളെ അവർക്ക് ആശ്വാസം നൽകാനൊക്കെ ഞങ്ങൾക്ക് സാധിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ്. കാരണം അവരത്രയധികം ജനങ്ങളോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ടാണ് അവരെ സേവിച്ചത്. അപ്പം ഇപ്പോഴും ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞിട്ടും ആളുകൾ കൂടി വരുന്നുള്ളൂ. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചോളം അത് ഒരു വലിയ ഉത്തരവാദിത്വ ബോധം ഞങ്ങളുടെ മനസ്സിൽ കൂടി വരികയാണ്. അപ്പോൾ അവരെ വിശ്വസിച്ച് വരുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യനായാലും അടിസ്ഥാനപരമായിട്ടുള്ള സ്വകാര്യത എന്നുണ്ടാവും. അപ്പോൾ ഈ ആൾക്കൂട്ടവും സജീവതയും ഒക്കെ വരുമ്പോൾ അതിലൊരു സ്വകാര്യതയുടെ ഒരു നഷ്ടം അനുഭവിക്കുന്നുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ? ഇല്ല, സ്വകാര്യത എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ കുടുംബം, ഫാമിലി, ഇതൊക്കെയാണ് നമ്മുടെ സ്വകാര്യമായ മേഖല. പക്ഷെ അവർക്കും അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ ഭാര്യമാരാണെങ്കിലും മക്കളാണെങ്കിലൊക്കെ ഞങ്ങളെ തിരക്ക് കഴിഞ്ഞിട്ടേ അവർക്ക് ഞങ്ങൾ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ തിരക്കില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യമുണ്ടായാൽ മാത്രമേ അവർ ഫോൺ ചെയ്യുമ്പോൾ പോലും തിരക്കിലാണോ ചോദിച്ചിട്ടുമാണ് അവർ സംസാരിക്കുക. അപ്പോൾ നമുക്ക് സ്വകാര്യതയ്ക്ക് താല്പര്യമുള്ളവരാണ്. പക്ഷേ ആ സ്വകാര്യതയേക്കാൾ വലിയ ഒന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യതകൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കാറില്ല. ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം കഴിഞ്ഞ് ശേഷമുള്ള സമയം മാത്രമാണ് ഞങ്ങൾ സ്വകാര്യതയ്ക്ക് വേണ്ടി കണ്ടെത്താറുള്ളൂ. ഇപ്പോൾ ശിഹാബ് പിന്നെ തുടർന്ന് ഹൈദരലി തങ്ങൾ വരുന്നു, അവരുടെ വിയോഗം വരുന്നു, പിന്നെ ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു. അപ്പോൾ എല്ലാം പിന്നെ ആ ഒരു നേതൃത്വവുമായിട്ട് ചേർന്ന് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതെ, തീർച്ചയായും. ഇപ്പോൾ വാപ്പയുള്ളപ്പോൾ വാപ്പയുടെ അനിയന്മാർ വാപ്പയ്ക്ക് വേണ്ടി വാപ്പയുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കൂടെ നിന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ കാരണവരൊക്കെ പോയി. ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ അദ്ദേഹമാണ് ഇപ്പോൾ കാരണവർ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ അബ്ബാസ് അലി തങ്ങൾ,
അതുപോലെ എൻ്റെ സഹോദരനും ഞങ്ങളുടെ പിതൃ സഹോദരന്മാരുടെ മക്കളും ഒക്കെ ഒന്നിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള പിന്തുണ കൊടുത്ത് അദ്ദേഹം സമൂഹത്തിൽ ചെയ്യുന്ന സേവനം അതിന് അദ്ദേഹത്തിന് വലിയ ധൈര്യം കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയും ഒന്നിച്ചുള്ള ഐക്യത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ അന്നും നടത്തിയിട്ടുള്ളത്, ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പരസ്പരമായിട്ടുള്ള വിനിമയത്തിൽ ഒരു കുടുംബമാകുമ്പോൾ ആണെങ്കിൽ പോലും ഉണ്ടാവില്ല, കുറച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാട് വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും. ഇതിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് പാണക്കാട് കുടുംബം? അല്ല, ഞങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്വകാര്യമായി അത് പങ്കുവെക്കും. എന്തെങ്കിലും തമ്മിൽ തിരുത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് തിരുത്തുകയും എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് നിർദ്ദേശം വെക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതിനെ അവർ സ്വാഗതം ചെയ്യണം. ഇപ്പോൾ കാരണന്മാർ ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മോടൊക്കെ അഭിപ്രായം ചോദിക്കാറുണ്ട്, ചെറിയവരോടാണെങ്കിലും ഒക്കെ. എല്ലാവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അദ്ദേഹം അത് പരിശോധിച്ച് ആ നല്ല നിർദ്ദേശങ്ങൾ അദ്ദേഹം എടുക്കുകയും അതിനനുസരിച്ച് തീരുമാനം എടുക്കുകയും ചെയ്യാറുണ്ട്. അത് പിതാവും പിന്നെ ശിഹാബ് തങ്ങളും പിന്നെ മുനവർ അലി ആയിട്ടുള്ള ഇതൊക്കെ എങ്ങനെയാണ്? പിതാവ് എന്ന ഒരു സാധാരണ ഇതിൽ ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ വളരെ സജീവമായിട്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ട് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലും ഒരു പിതാവിൻ്റേതായിട്ടുള്ള ഒരു ആത്മബന്ധമൊക്കെ രൂപപ്പെടുത്താനോ അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളുടെ വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടെങ്കിൽ അവതരിപ്പിക്കാനൊക്കെ ഒരു അവസരം കിട്ടിയിരുന്നു. തീർച്ചയായും എനിക്ക് അദ്ദേഹം പിതാവ് മാത്രമായിരുന്നില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇത്രയും തിരക്കുള്ളൊരു മനുഷ്യന് ഒരു മകനെന്ന നിലക്ക് എന്നിലുണ്ടാക്കിയ സ്വാധീനം വലുതാണ്. കാരണം അദ്ദേഹത്തിനോട് കൂടെ അധിക സമയം ചെലവഴിക്കാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിനെ കണ്ട് ജീവിക്കാൻ, അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ട് വളരാനുള്ളൊരു സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതുതന്നെ വലിയൊരു പാഠപുസ്തകമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഒരു സൗമ്യമായ സാന്നിധ്യമാണ് ശിഹാബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം മൊത്തം മലയാളി സമൂഹമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പതിഞ്ഞ സ്വരത്തിലേ സംസാരിക്കുന്നുള്ളൂ. ഈ പതിഞ്ഞ ഒരു ശിഹാബ് തങ്ങൾ തന്നെ ആയിരുന്നു കുടുംബത്തിൻ്റെ ഉള്ളിലും ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പിതാവിൻ്റേതായിട്ടുള്ള ഒരു കാർക്കശ്യങ്ങളൊക്കെ ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും? ഇല്ല, അതേ പുറത്ത് കാണുന്ന അതേ മനുഷ്യൻ തന്നെയായിരുന്നു വീടിനുള്ളിലും. വളരെ സൗമ്യനായി സംസാരിക്കുകയും വളരെ മൃദുലമായി നമ്മോടൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഗുണകാംക്ഷയും അതുപോലെ സ്നേഹവും. എപ്പോൾ വന്നാലും ഞാൻ എവിടെ ഒന്ന് കണ്ടാലും എന്നെ കെട്ടിപ്പിടിച്ച് മക്കളാരാണെങ്കിലും ഉമ്മ വെച്ചിട്ടാണ് അദ്ദേഹം നമ്മളെ സ്വീകരിക്കുകയുള്ളൂ. ഞങ്ങളുടെ പിതാവിൻ്റെ കൂടെ പഠിച്ച സഹപാഠി അദ്ദേഹം ഷുഐബ് നഗ്രാമി, അദ്ദേഹം യു പിക്കാരനാണ്, ലക്നൗക്കാരനാണ്. പക്ഷെ അദ്ദേഹം ഈജിപ്തിൽ ഒന്നിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം വാപ്പ മരിച്ചതിന് ശേഷം ഒഴിച്ച് വന്നു. അന്ന് വാപ്പയുടെ ഒരു അനുസ്മരണ ചടങ്ങിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഫോർ യു മേ ബി യുവർ ഫാദർ മേ ബി എ ലീഡർ, അല്ലെങ്കിൽ ഫോർ കേരള ഹി മസ്റ്റ് ബി മേ ബി എ ലീഡർ. പക്ഷേ എനിക്ക് അദ്ദേഹം പച്ചയായ സഹോദരനായിരുന്നു. അദ്ദേഹം തരുന്ന സ്നേഹം, ആ സ്നേഹത്തിന് പകരമൊക്കെ ഒന്നുമില്ലായിരുന്നുള്ള. അതുകൊണ്ട് യു ലവ്, നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുക, അതാണ് എനിക്ക് തരാനുള്ള ഉപദേശം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബട്ട് സാധാരണ ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്കല്ല, ഒരു വലിയൊരു തറവാട്, അതോടൊപ്പം തന്നെ വലിയ ഒരു പിന്നെ ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ പിന്നെ ഒരു സ്ഥാനം, ഇതൊക്കെ ഉള്ളപ്പം മക്കൾ പിന്നെ ഏതെങ്കിലും നിലക്ക് വ്യതിചലിച്ച് പോകുമെന്നുള്ളൊരു ആശങ്ക സാധാരണ രക്ഷിതാവിന് ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം അത് വരികയാണെങ്കിൽ അതിൻ്റെ ഡാമേജ് ഭയങ്കരമായിരിക്കും, മറ്റേ സാധാരണ കുടുംബത്തിലെ മാതിരിയായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഘട്ടങ്ങളിൽ പാണക്കാട് കുടുംബങ്ങൾ തങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ കുറച്ചുകൂടി കൂടുതൽ കണിഷ്ഠത പുലർത്തണം എന്നൊക്കെ എങ്ങനെ ഉള്ളൊരു രീതി എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത് തീർച്ചയായും അത് ആ ഒരു ശിക്ഷണം ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം പാണക്കാട് എന്നൊരു കുട്ടി അതിൻ്റേതായ ഒരു അച്ചടക്കമൊക്കെ എവിടെ പോകുമ്പോഴും ഉണ്ടാവണമെന്ന് അദ്ദേഹത്തിന് വലിയ നിർബന്ധമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ എവിടെ പഠിക്കുകയാണെങ്കിൽ അവിടെ പോയി അന്വേഷിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ അന്വേഷിക്കുക, ഫോൺ ചെയ്ത് ചോദിക്കുക. ഇതൊക്കെ അദ്ദേഹം നമ്മുടെ പഠന കാലത്ത് ഈ പഠിക്കുന്ന കാലത്തൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. അപ്പം അവിടെ ഇപ്പം വാപ്പയുടെ മകനായതുകൊണ്ട് പ്രത്യേകം പ്രയോറിറ്റിയൊന്നും കൊടുക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശത്തോടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മളെക്കാളും കൂടുതൽ സമൂഹം, വാപ്പയേക്കാൾ കൂടുതൽ സമൂഹം ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സ്നേഹം. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾക്കത് വളരുമ്പോൾ തന്നെ ഒരു ഉത്തരവാദിത്തമായി വാപ്പയുടെ മകനായി വളരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മകനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറെ അഡ്രസ്സ് ആവശ്യമില്ല. നമുക്ക് അപ്പോൾ തന്നെ ആളുകൾ വലിയ രീതിയിലുള്ള സ്വീകാര്യത നമുക്ക് കിട്ടുകയാണ്. അപ്പം മലേഷ്യയിലേക്ക് ഇപ്പോൾ ബിരുദ പഠനത്തിനൊക്കെ പുറപ്പെടുമ്പോൾ മുനവർ അലി തങ്ങൾക്ക് ശിഹാബ് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമായിരുന്നു, അതോ മുനവർ അലി സ്വമേധയാ എടുത്തൊരു തീരുമാനമായിരുന്നു? അതാദ്യം ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത്
ആക്ച്വലി ഞാൻ വാപ്പയെ പോലെ അൽ അസ്ഹറിൽ പോയി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അന്നെന്തോ സാങ്കേതികമായ പ്രയാസങ്ങൾ എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. പക്ഷെ പിന്നീടാണ് എനിക്ക് എന്തോ സുഹൃത്തിൽ നിന്ന് ഈ മലേഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോസ്പെക്ടസ് കിട്ടുന്നത്. അപ്പോൾ അത് വായിച്ച് ഞാൻ അതിൽ ഭയങ്കര ഇൻഫ്ലുവൻസായി. അങ്ങനെ വാപ്പയോട് പറഞ്ഞു ഇങ്ങനെ മലേഷ്യയിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡിഗ്രി ഓൾറെഡി ഇവിടെ ചേർന്നിരുന്നു. അപ്പോൾ എന്നോട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്ലൈ ചെയ്തപ്പോൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ എന്നാൽ ഇവിടെ ഡിഗ്രി തുടങ്ങിയതല്ലേ, ഡിഗ്രി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പോകുന്ന ഡിഗ്രി കഴിഞ്ഞ് അവിടെ രണ്ടാമത് ഡിഗ്രിക്കാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് ആക്ച്വലി അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവിടെ പോയി പഠിക്കണമെന്ന്. അപ്പോൾ അതിന് എനിക്ക് എല്ലാ സഹായം ചെയ്തു തന്നു. അവിടെ വേണ്ട രീതിയിലുള്ള റെക്കമെൻഡേഷൻസും അതുപോലെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന് അത് പഠിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യവും അതിനുള്ള എല്ലാ പിന്തുണയും എനിക്ക് നൽകി എന്നുള്ളതാണ് അദ്ദേഹം തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു സമ്മാനം. മലേഷ്യയെ എങ്ങനെ നമ്മൾ മോൾഡ് ചെയ്തു? ഞാൻ അവിടെ ചേർന്ന സമയത്ത് എനിക്ക് ലോകരാജ്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവില്ല. അവിടെ പോയ സമയത്ത് 106 രാജ്യത്തു നിന്ന് അവിടെ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഒരു പലസ്തീനിലുള്ള ഒരു അനസ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥിയാണ്. അതുപോലെ മലാവി എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തെ ഒരു വിദ്യാർത്ഥിയാണ്. അന്ന് മുതൽ ഞങ്ങളൊരു റൂമിലാണ്. അന്ന് പ്രത്യേകിച്ച് പലസ്തീൻ്റെ കഥകളൊക്കെ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ആ രാത്രികളിലൊക്കെ പലസ്തീൻ്റെ കഥകൾ കേട്ട് ആണ് ഞങ്ങൾ ഉറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ 3 പേരുടെ സൗഹൃദം അന്ന് ഈ മലാവിയുടെ പശ്ചാത്തലം, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവിടുത്തെ പൊളിറ്റിക്സ്, അവിടുത്തെ സാമൂഹ്യ സ്ഥിതികൾ, ഇതൊക്കെ പഠിച്ച് അപ്പം ഈ മലേഷ്യയിൽ വന്ന ഉടനെ പിന്നീട് കാണാൻ തുടങ്ങിയത് മുഴുവൻ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളായിരുന്നു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചറിവായിരുന്നു. കാരണം നമ്മൾ വളരെ നിസ്സാരമാണെന്നും നമ്മളൊക്കെ പലപ്പോഴും കേരളക്കാർ ഒരു കിണറ്റിലെ തവള എന്ന നിലക്ക് യാതൊരു എക്സ്പോഷറും നമുക്ക് കിട്ടാറില്ല. പക്ഷെ അവിടെ പോയപ്പോൾ ലോകത്തിൻ്റെ വിവിധ സംസ്കാരങ്ങൾ, ഓരോ രാജ്യത്തും ഉള്ള ഭാഷകളെക്കുറിച്ച്, അപ്പോൾ നൈജീരിയയിൽ പോയ സമയത്ത് നൈജീരിയയിലുള്ള വിദ്യാർത്ഥികളുമായി എനിക്ക് എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട്, യൂസുഫ്. അപ്പോൾ കേരള എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഖുറാൻ ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു. അത് ബഷീർ അഹമ്മദ് സാഹിബ് ഹൗസ ഭാഷയിൽ എഴുതിയൊരു പുസ്തകം. അപ്പോൾ മുനവർ ദ ഫസ്റ്റ് ഹൗസ ലാംഗ്വേജ് ഖുറാൻ ഈസ് റിട്ടൺ ബൈ എ കേരള മാൻ. അപ്പോൾ അതെനിക്ക് വലിയ അഭിമാനം തോന്നി. അപ്പോൾ ആ സമയത്താണ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെടുന്നത്. അപ്പോൾ അന്ന് ലൈബ്രറിയിലെ TV-യിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അത് പല രീതിയിലും പല പെർസ്പെക്റ്റീവിലായിരുന്നു അത് ആളുകളത് കണ്ടത്. ഒരു ഭാഗത്ത് അതൊരു വൈകാരികമായി ഒരു ഒരു സാമ്രാജ്യത്തെ വിരുദ്ധ ശക്തിയെ ആക്രമിച്ചു എന്നുള്ള ഒരു വളരെ വൈകാരികമായ ചില എന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ നമ്മളൊക്കെ അത് കണ്ടപ്പോൾ അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായ ഒന്നായി മാറുകയും അതിനുശേഷം ഞാനവിടെ ഈ ഉമ്മറ്റിക് നെറ്റ്വർക്ക് ഫോർ സ്ട്രാറ്റജിക് ഡെവലപ്മെൻറ്റ് എന്നൊരു സംഘടനയുണ്ട്. അത് ആഗോളതലത്തിൽ എല്ലാ ഒരുമിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്നൊരു സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാരവാഹിയായി എന്നെ തിരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ അതിലാദ്യമായി നടത്തിയൊരു പരിപാടി ഇതുമായി ബന്ധപ്പെട്ട ഈ അറ്റാക്കുമായി ബന്ധപ്പെട്ടൊരു സെമിനാറായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ വളരെ മോഡസ്റ്റായി നമ്മൾ ഇത്തരം ഭീകരപ്രവർത്തനം നടത്തേണ്ടവരല്ല, അതിൽ നടത്തുന്നവരൊക്കെ അത് ഇസ്ലാമിക വിശ്വാസപ്രകാരം അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ, കാരണം ആ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഉണ്ടായ ഒരുപാട് സീക്വൻസുകളെക്കുറിച്ച് ഉള്ള ചർച്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ ലോകത്തെ ഏറ്റവും അന്ന് അറിയപ്പെട്ട ഒരുപാട് മുദസ്സിർ അബ്ദുസ്സലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ജീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവരൊക്കെ വന്ന് അപ്പോൾ അങ്ങനെ ഒരു രീതിയിലൊക്കെ അവരുമായി ബന്ധപ്പെടാനും ആ ഒരു വേൾഡ് ഔട്ട്ലുക്ക് നമുക്കൊക്കെ കിട്ടാനും ഒരു അന്താരാഷ്ട്ര അന്തരീക്ഷത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു എക്സ്പോഷർ കിട്ടാൻ എനിക്ക് ഏറ്റവും വലിയൊരു അവസരം ഉണ്ടായി എന്നുള്ള.
ഇത് വന്നിട്ട് പിന്നെ അതോടൊപ്പം തന്നെ ഈ പാണക്കാട് ആ ഒരു കുടുംബം അതൊരു ധാർമ്മികവും അതോടൊപ്പം തന്നെ മതാത്മകവുമായിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് അതിന് ഉയർന്നു നിൽക്കുന്നത്. അതേ സമാന്തര ധാരയായി തന്നെ രാഷ്ട്രീയവും മുന്നോട്ട് പോവുകയാണ്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് പാണക്കാട്. ഈ രണ്ടും തമ്മിലുള്ള ഒരു സമന്വയം ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയമല്ലേ അവിടെയൊക്കെ പലതും നടക്കും, പക്ഷേ നമ്മളിപ്പുറത്ത് കൂടുതൽ ജാഗ്രത പുലർത്തണം നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു. ആ രണ്ടിനെയും എങ്ങനെയാണ് ഈ കുടുംബം സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അല്ല, നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയപരമായ രീതിയിലും നമ്മൾ ഇടപെടുക എന്നുള്ളത്. അപ്പോൾ ആ രാഷ്ട്രീയ ബോധത്തോടു കൂടി നമ്മുടെ ഒരു സമൂഹത്തെ ഭദ്രമാക്കാൻ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമുക്ക് കഴിയുക ഈ ജനാധിപത്യ ശാക്തീകരണത്തിലൂടെയാണ്. അപ്പോൾ മുസ്ലിം ലീഗ് എന്നുള്ള പ്രസ്ഥാനം അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ എംപവർമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്ക് യാദൃശ്ചികമായി വന്ന് വീണ, അതായത് ലീഡർഷിപ്പ് ഏറ്റെടുക്കേണ്ടി വന്നതാണ് ഞങ്ങളുടെ പിതാവായിട്ടുള്ള പൂക്കോയത്തങ്ങൾ. ആ ഉത്തരവാദിത്തം അദ്ദേഹം വളരെ മനോഹരമായി നിർവഹിക്കുകയും അദ്ദേഹം ഒരു സ്പിരിച്വൽ ലീഡറായിരുന്നു, ഒരു മതനേതാവായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ആ രാഷ്ട്രീയത്തോട് വളരെ ഗൗരവത്തോടു കൂടി കാണുകയും അതിലൂടെ ആ രാഷ്ട്രീയ ഇടപെടലിലൂടെ ഉണ്ടാക്കാൻ സാധിച്ച ഒരുപാട് മാറ്റങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, വളരെ പിറകിലായിരുന്ന പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, അതിനൊരു മാറ്റം വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുപോലെ ഞങ്ങളുടെ പിതാവ് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം അൽ അസ്ഹർ എന്നൊക്കെ പഠിച്ച ഒരു പണ്ഡിതനായിരുന്നു. പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിൽ അദ്ദേഹം വന്നപ്പോൾ ഒരുപാട് ചലഞ്ചുകൾ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ മതവും രാഷ്ട്രീയവും അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു മോഡൽ അത് അദ്ദേഹം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പൂർവികരാണ്. അപ്പോൾ അതിലെ ഒരു കോൺഫ്ലിക്റ്റ് ഒരിക്കലും ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം മതപരമായ ആചാരങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും അതൊരു ഭാഗത്ത് നമ്മുടെ ആത്മീയമായി നമ്മളെ സംസ്കരിച്ചെടുക്കാനും, രാഷ്ട്രീയമായ ഇടപെടൽ നമ്മുടെ ഭൗതികപരമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും അതുപോലെ തന്നെ തൊഴിൽ മേഖലയും സാമ്പത്തിക മേഖലയൊക്കെ ഭദ്രമാക്കാൻ ഒരു ജനാധിപത്യ രാജ്യത്ത് അതും അനിവാര്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇതിന് രണ്ടിനും ലീഡർഷിപ്പ് കൊടുക്കാൻ അവരൊക്കെ മുന്നോട്ട് വന്നതും അതിലവർ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളും വന്നപ്പോൾ ഇപ്പം എന്തായാലും എന്തു വന്നാലും മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അൾട്ടിമേറ്റായിട്ട് ഇപ്പം ഒരു മതവിശ്വാസപ്രകാരം ഇപ്പോൾ ഹജ്ജിന് എത്ര ആൾ പോകണം അത് തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഇപ്പോൾ കോവിഡ് സമയത്ത് പല പള്ളികൾ പൂട്ടി, അത് ഗവൺമെൻറ്റാണത് തീരുമാനിക്കുന്നത്. 6 അടി മണ്ണ് അത് 10 അടി മണ്ണിലേക്ക് നമ്മൾ മറ ചെയ്യണമെന്ന് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയപരം മതപരമായും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഒരു പ്രവാചകനായിരിക്കെ അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു. ആ ഭരണത്തിൽ എല്ലാവർക്കും നീതി ഉറപ്പ് വരുത്തുക എന്നുള്ളത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വലിയ മാതൃകപരമായ ഒന്നാണ്. അപ്പം നമുക്കെല്ലാത്തിനും ഒരു മാതൃകയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മതപരമായും രാഷ്ട്രീയപരമായുമുള്ള ഈ ഇടപെടൽ അത് നമ്മുടെ സമൂഹത്തെ ശാക്തീകരിക്കുന്നതിന് നമുക്ക് ആ ധാർമ്മിക മൂല്യവും ഒരു മറ്റുള്ളവരുടെ വിശ്വാസികളുടെ യാതൊന്നും അപഹരിക്കാതെ നമുക്ക് വേണ്ട അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് നീതി ഉറപ്പ് വരുത്തിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 77 വർഷമായി അത് വിജയിച്ചു വരികയാണ്. അതുകൊണ്ട് അത് തന്നെ ഇനിയും ആ രീതിയിൽ തന്നെ തുടരാൻ ഞങ്ങൾക്ക് യാതൊരുവിധ ശങ്കയുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മുസ്ലിം സമൂഹത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ധാരകളുണ്ട്. അതിൽ ആ ധാരകളൊക്കെയും പിന്നെ ഒരു മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ ഒരു ഐഡൻറ്റിറ്റി വരുമ്പം ഏറെക്കുറെ വലിയ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതെ ഇടയ്ക്കൊക്കെ ചില വിയോജിപ്പുകളും അകൽച്ചകളൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിലും ആത്യന്തികമായി ആ ധാരയോട് കൂടി തന്നെ ചേർന്ന് പോകുന്നതും ഒരു അത്ഭുതമായിട്ടാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് നമ്മളൊക്കെ നോക്കിക്കാണുന്നത്. അതെന്താണ് അതിൻ്റെ ഒരു സീക്രട്ട് എന്തായിരിക്കും? അല്ല, അതായത് രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗ് എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിക്കൊണ്ട് മുസ്ലിം ലീഗ് കാണുന്നത്. മുസ്ലിം ലീഗ് ഇവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതോടൊപ്പം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും അതുപോലെ ജനാധിപത്യത്തെയും ഒരുമിപ്പിക്കുന്ന ഒരു പാലം കൂടി ആയിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് ഇവിടെ രൂപം കൊണ്ടുള്ളത്. കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇവിടെ ഒറ്റപ്പെട്ട ന്യൂനപക്ഷങ്ങളായ അപകർഷതാബോധത്തോട് ജീവിച്ച
ഇല്ലിറ്ററേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അവർക്കൊരു വലിയ ഉയർത്തുനിൽപ്പ് ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് അവർക്ക്, കാരണം നമുക്കറിയാം ഈ 21 കലാപമൊക്കെ കഴിഞ്ഞാണ് പിന്നീട് ഒരു തലമുറ വളർന്നത്. അവരുടെ കയ്യിൽ ആയുധവും ആ ഒരു വീര്യം ഒരു വൈകാരിക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അവർക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുത്ത് സിദി സാഹിബിൻ്റെ ഒക്കെ പോലുള്ള നേതാക്കൾ അവരെ ദൈക്ഷണികമായി ഉയർത്തിക്കൊണ്ടുവന്ന് പിന്നീട് ഇവിടെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഉന്നമനം അത് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകൾ വേണം. സ്കൂളുകൾ ഇവിടെ ഉണ്ടാക്കുന്ന CH മുഹമ്മദ് കോയ സാഹിബ് ഉണ്ടാക്കിയിട്ടുള്ള ഇപ്പോൾ മാപ്പിള സ്കൂൾ പോലുള്ള അല്ലെങ്കിൽ മറ്റ് സ്കൂളുകൾ അനുമതി കൊടുത്തുകൊണ്ട് ഈ പ്രമുഖ വ്യവസായികളെ പോയി കണ്ട് സ്കൂൾ തുടങ്ങാനും അവർക്ക് അംഗീകാരം കൊടുക്കാൻ സർക്കാർ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അത് കേവലം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ന്യൂനപക്ഷങ്ങളായിട്ടുള്ള പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് മലബാർ മൊത്തമായും പിന്നെ പിന്നോക്കാവസ്ഥയായിരുന്നു. പക്ഷെ അതിനൊക്കെ വലിയൊരു പാരഡൈം ഷിഫ്റ്റ് ഇപ്പോൾ വന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യരായിട്ടുള്ള ആളുകൾ മലബാറിലേക്ക് വന്നുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരുടെയും വിശ്വാസ്യത നേടുന്നതാണ്. എല്ലാവരെയും കോൺഫിഡൻസിലെടുത്തുകൊണ്ട് ഇവിടെ എന്ത് പ്രശ്നം വന്നാലും അത് പരിഹരിക്കപ്പെടാം. പ്രത്യേകിച്ച് ഇപ്പം പലപ്പോഴും ഇപ്പം അയോധ്യ വിഷയം വന്നു, ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടു. അപ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ എടുത്ത നിലപാട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ പിതാവ് എടുത്ത നിലപാട് സംയമനം പാലിക്കാനും മറ്റുള്ള വിശ്വാസികളെ അവരുടെ ആരാധനകൾ സംരക്ഷിക്കാനും അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ഒരു രീതിയിലും കലാപമൊന്നും ഇല്ലാതെ കേരളത്തെ സംരക്ഷിക്കാൻ നമ്മുടെ നിലപാടുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻക്ലൂസീവ് ഔട്ട്ലുക്കിലൂടെ നമുക്ക് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് അപ്പോൾ അതിന് മുസ്ലിം ലീഗ് എന്നും ആ രീതിയിലുള്ള സൗഹൃദവും സഹവർത്തിത്വം ഇവിടെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി എന്നും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രമാണിമാരുടെ മാത്രം താല്പര്യങ്ങളാണ് മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടി ഇതുവരെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ്. അത് വസ്തുതാപരമായിട്ട് അത് ആ പ്രസ്താവനയോട് എങ്ങനെയാണ് പ്രമാണികൾ ഇപ്പോൾ നേരത്തെയൊക്കെ പ്രമാണികൾ മുസ്ലിം നമ്മുടെ പാർട്ടിയിൽ അന്നും പ്രമാണികളുണ്ട്, ഇന്നും പ്രമാണികളുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു സോഷ്യൽ കോസിന് വേണ്ടി അവരെല്ലാം സമർപ്പിച്ചവരാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മുൻകാല നേതാക്കളിൽ ഒരുപാട് വ്യവസായ പ്രമുഖരുണ്ട്. പക്ഷെ അവരൊക്കെ വളരെ ഗൗരവത്തോടു കൂടി രാഷ്ട്രീയത്തെ കണ്ടവരാണ്. തൻ്റെ സമ്പത്ത് മുസ്ലിം ലീഗിന് വേണ്ടി സമർപ്പിച്ചവരുണ്ട്, സമുദായത്തിന് വേണ്ടി സമർപ്പിച്ചവരുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ആരോപണം എന്നൊക്കെ പറയുന്നത് അതിനൊന്നും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം ഇത് എല്ലാ അടിത്തട്ടിലുള്ള ആളുകളെയും ഉയർത്തിക്കൊണ്ടുവന്നൊരു പ്രസ്ഥാനമാണ്. അറബി ഭാഷ ഇവിടെ നായനാർ സർക്കാരിൻ്റെ കാലത്ത് കരിനിയമമായി കൊണ്ടുവന്ന് അതിനെതിരെ ശക്തമായി പോരാടി അവിടെ 3 ജീവനും പോയി. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ആ ഭാഷ അംഗീകരിക്കപ്പെട്ടപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ അത് അംഗീകരിക്കപ്പെട്ടപ്പോൾ എത്ര പെട്ടെന്നാണ് തൊഴിൽ സാധ്യതകൾക്കുള്ളൊരു ഡ്രാസ്റ്റിക് ചേഞ്ചുകൾ ഉണ്ടായത്. അതോടൊപ്പം തന്നെ യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായിട്ട് പിന്നെ വർക്ക് ചെയ്ത മുനവർ അലി തങ്ങളിപ്പം അഖിലേന്ത്യാ സെക്രട്ടറി എന്ന നിലക്ക് വളരെ സജീവമായിട്ട് പ്രവർത്തന രംഗത്ത് ഉണ്ട്. അപ്പോൾ ഈ മാറി വരുന്ന ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ഇന്ത്യ എന്നത് ഒരു മോദി ഭാരതത്തിന് ചുവടുള്ള അത്യന്തം സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ളൊരു അവസ്ഥകളിലൂടെയാണ് രാജ്യവും ന്യൂനപക്ഷ വിഭാഗവും കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു റോൾ പിന്നെ ആ അർത്ഥത്തിൽ നിർവഹിക്കാനൊക്കെ മുസ്ലിം ലീഗിനും അതിൻ്റെ നേതൃത്വത്തിനും സാധിച്ചു, അല്ലെങ്കിൽ ഇനിയും പരിമിതി ഉണ്ട്, കുറേ കൂടി അപ്പുറത്തേക്ക് പോകേണ്ടതെന്നുള്ളൊരു തോന്നലിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ? തീർച്ചയായും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ തലത്തിൽ വളരെ സീരിയസ് ആയിക്കൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ അടുത്ത് തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ടായപ്പോൾ അവിടെയൊക്കെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഓടിച്ചെന്ന് അവിടെ സാന്ദർഭികമായി ഇടപെട്ട് അത് പരിഹരിക്കാൻ വലിയ ശ്രമം നടത്തിയിട്ടുള്ള പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷം എടുത്തു നോക്കുമ്പോൾ ഇവിടെ നടന്നിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വേട്ട, മോബ് ലിഞ്ചിങ്, അതുപോലെ ഒരുപാട് അനീതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഭരണകൂടം മൊത്തമായും ഇപ്പം ഒരു ഈ ജനാധിപത്യ വിശ്വാസികൾക്കെതിരെ, ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്നവർക്കെതിരെയുള്ള ഒരുപാട് നയങ്ങൾ രൂപീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അത് പൗരത്വ ഭേദഗതി ബില്ലും വഖഫ് ബില്ലും അതുപോലെ ഇപ്പോൾ SIRഉം ഒക്കെയായി വന്ന് ഇവിടെ നാം അനുഭവിച്ച സ്വാതന്ത്ര്യം അത് വീണ്ടും ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വരുന്നു. മനുഷ്യരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കപ്പെടാതെ
ഒരു ഇൻസെക്യൂരിറ്റി പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അത് അഖ്ലാഖിൽ തുടങ്ങി പിന്നെ ജുനൈദ് ഒരുപാട് ആളുകൾ, അത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഇപ്പം മണിപ്പൂരിൽ അവിടെ ക്രൈസ്തവ സമൂഹം അവിടെ അനുഭവിക്കുന്ന പീഡനങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഭരണകൂടം വലിയ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് നിയമവും അവരുടെ കയ്യിലാണ്. പക്ഷെ അവിടെ നമ്മളൊരു പ്രതിരോധം തീർക്കാൻ, പ്രത്യേകിച്ച് മറ്റുള്ള ആളുകൾക്ക് ഇങ്ങനെ ഇരയാവുന്നവർക്ക് ആത്മവിശ്വാസം നൽകാൻ അവരുടെ കൂടെയുണ്ട് എന്ന് പറയുന്നത് പോലും ഒരു രാഷ്ട്രീയമാണ്. അപ്പോൾ അവിടെയാണ് മുസ്ലിം ലീഗ് അത്തരം മേഖലയിൽ, പ്രത്യേകിച്ച് ഇത്തരം പീഡനം അനുഭവിച്ച ആളുകൾക്കൊക്കെ മുസ്ലിം ലീഗ് ആശ്വാസമായി പലതും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള നാളുകളിൽ ഇപ്പം നമുക്ക് ഒരു പക്ഷേ നമ്മളിപ്പോഴും ജനാധിപത്യം വീണ്ടും പുലരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം ഒരു ഫാസിസ്റ്റ് ഭരണം ഇവിടെ ഏകദേശം 10-11 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള തിരഞ്ഞെടുപ്പെങ്കിലും നമുക്ക് ഒരു മതേതര മുന്നണി വന്ന് ഇവിടെ നമ്മെ സംരക്ഷിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിന് അവിടെ ഒരു വലിയ നിർണായകമായ റോള് നിർവഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ മുസ്ലിം ലീഗിന് വലിയ സ്ഥാനം നൽകി ആ പോരാട്ടത്തിനൊപ്പം ഇന്ത്യ മുന്നണിയിൽ മുസ്ലിം ലീഗിനെ അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പിന്നിട്ട ഒരു മോദി ഭരണത്തിന് ചുവടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു ആഘാതം ഏറ്റുവാങ്ങുന്നത് ഈ സമൂഹത്തിൻ്റെ അടിത്തറയിൽ കിടക്കുന്ന സാമൂഹിക വിഭാഗങ്ങൾ തന്നെയാണ്. പരസ്പരമായിട്ടുള്ളൊരു വിഭാഗീയത രൂപപ്പെട്ടിരിക്കുന്നു. ഒരു വംശീയമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ചുരമാന്തൽ പല മേഖലകളിലും നടക്കുന്നു. അപ്പോൾ അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം വളരെ വലുതായിട്ട് തന്നെ കാണുന്നില്ലേ മുസ്ലിം ലീഗ്? തീർച്ചയായും. കാരണം ഇവിടെ രാഷ്ട്രീയപരമായി ലാഭം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയമായി വളരാൻ ആശയങ്ങൾ ഇല്ലാതാവുമ്പോൾ അവിടെ വൈകാരികതയും അതുപോലെ തന്നെ വിദ്വേഷവും ഹേറ്റ്രഡ് പൊളിറ്റിക്സ് ഇവിടെ പരീക്ഷിച്ച് നോക്കി എന്നതാണ് BJP ചെയ്തത്. അപ്പോൾ അതിനെ മതം ഒരു ആയുധമാക്കി, നമ്മെ പിളർത്താനുള്ള ആയുധമാക്കി മതത്തെ ഉപയോഗിക്കുകയും ആ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായി സംഘടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനെ വളരെ അപകടകരമായി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം വോട്ട് ബാങ്ക് അത് ഏത് രീതിയിലും വാങ്ങാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ രാഷ്ട്രീയപരമായി ഉള്ള രാഷ്ട്രീയപരമായ ആശയ പോരാട്ടമാണ് നമ്മൾ വേണ്ടത്. പക്ഷെ അവിടെയാണ് വർഗീയത ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങാനും ആ വർഗീയത പറഞ്ഞുകൊണ്ട് ആളുകളുടെ മനസ്സിനെ പിളർത്തിക്കൊണ്ട് ഇവിടെ ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ ഒരുപാട് കാലം ഇവിടെ മതേതര ബോധത്തോടു കൂടി ജീവിച്ച ആളുകൾ, അവർ രണ്ട് മതക്കാർ ഇരുവിഭാഗം കാണുമ്പോൾ തമ്മിൽ പോലും മിണ്ടാത്ത സാഹചര്യം, ചില മതവിഭാഗത്തിൻ്റെ പേര് പറയുമ്പോൾ അവിടെ റൂം കൊടുക്കാത്ത സാഹചര്യം, അങ്ങനെ ഒരു ഐത്തം കൽപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ അകന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം വന്നു. അപ്പോൾ ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അവരെയൊക്കെ തുന്നി ചേർത്തുകൊണ്ട് നമ്മുടെ ആ പൈതൃകമായ ആ സാഹോദര്യത്തെ ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് കഴിയണം. അതൊരു വലിയ ചലഞ്ചാണ്. ഇന്നിവിടെ ഭരണകൂടം അത് പുലർത്താൻ വേണ്ടി നോക്കുമ്പോൾ, വർഗീയത പറഞ്ഞുകൊണ്ട് ഇവിടെ വോട്ട് വാങ്ങാൻ നോക്കുമ്പോൾ, നമ്മൾ സൗഹൃദത്തെ പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങുകയാണ് വേണ്ടത്. അതിനാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തി ആ വലിയ വിദ്വേഷമായ സാഹചര്യത്തിൽ നിന്നും നമുക്ക് സൗഹൃദത്തിൻ്റെ ഒരു കരുതലുണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രയാണം ഒരു പരിധിയെങ്കിലും നമുക്ക് വിജയം കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു കുറച്ച് മുന്നേറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അത് ഇനിയും മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. അതിന് മുസ്ലിം ലീഗ് ശക്തമായ രീതിയിൽ അതിനെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വിശാലമായ ഒരു ഐക്യം ഉണ്ടാക്കുന്ന നേരത്തെ ഇന്ത്യ മുന്നണിക്ക് രൂപീകരിച്ച ഇന്ത്യ മുന്നണിക്ക് മുഴുവൻ രീതിയിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ അങ്ങനെയുള്ള ഒരു ഇൻക്ലൂസീവ് ആയിക്കൊണ്ട് എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്
നമ്മളിപ്പോഴത്തെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇപ്പോൾ സാഹോദര്യം, സഹിഷ്ണുത ഒക്കെ മുസ്ലിം ലീഗ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേസമയം മുസ്ലിം ലീഗിന് തിരിച്ചു കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ സങ്കടകരമാണ് അവസ്ഥകൾ. കാരണം ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന് പോലും മുസ്ലിം ലീഗ് മൂലം, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മൂലം കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് ഒരു സമുദായ നേതാവ് പറയുന്നു. അതിനെ ഒരു ഇടതുപക്ഷമൊക്കെ അതിനൊക്കെ തിരുത്തുന്നതിന് പകരം പൂർണ്ണമായിട്ട് അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ കാറിൽ പിന്നെ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ കാണുന്നു. അപ്പോൾ തിരിച്ച് കിട്ടുന്നത് വളരെ പിന്നെ ഒട്ടും ഗുണകരമല്ലാത്ത രീതിയിലുള്ള സമീപനമാകുമ്പം എന്താണ് സംഭവിക്കുന്നത്? അതൊക്കെ സത്യത്തിൽ നമ്മളെയൊക്കെ നിരാശപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം നമ്മളൊന്നും കേരളം എന്നും സൗഹൃദത്തോടു കൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇടതുപക്ഷം എന്നും വർഗീയതയ്ക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ജനപക്ഷമാണ്, ഹൃദയപക്ഷമാണ്. ലോകത്തെ എല്ലാ വലതുപക്ഷ തീവ്രതക്കെതിരെയും സാധാരണ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം. ഇന്ന് കേരളത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വർഗീയത പറഞ്ഞുകൊണ്ട് അവർ ധ്രുവീകരണം നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പരാമർശങ്ങളാണ് ഇന്ന് ഭരിക്കുന്നവരിൽ നിന്നും, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ കേരളം പുല്ല് വിലയാണ് കൽപ്പിക്കുന്നത് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചു. മലപ്പുറത്തിനെതിരെ വളരെ മോശമായ വർഗീയത പരാമർശം നടത്തിയവർക്ക് ചുട്ട മറുപടിയാണ് കഴിഞ്ഞ ഈ ഒരു ത്രിതല പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ BJP ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള വർഗീയത ഒരുപാട് കാലമായി പറയാൻ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ അവർക്ക് ഇപ്പോൾ സമീപകാലത്ത് മാത്രമാണ് ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത്. അതും അതൊരു BJP ഐഡിയോളജി ആയിക്കൊണ്ടുള്ള വിജയമാണെന്ന് കരുതുന്നില്ല. ഒരു സെലിബ്രിറ്റി നിന്ന് അത് വിജയിച്ചെന്ന് കാണാൻ സാധിക്കുള്ളൂ. ഒരിക്കലും കേരളത്തിൽ അങ്ങനെയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ AK ബാലനും സജി ചെറിയാനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്താവനകൾ, അതിലൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന മുസ്ലിം ലീഗ് മാത്രമല്ല, മുസ്ലിം ജനസാമാന്യത്തിനെതിരെയുള്ള പ്രതികരണങ്ങളായിട്ടാണ് അത് വായിക്കപ്പെടുന്നത്. അതൊക്കെ കേവലം ഒരു യാദൃശ്ചികമാണ് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് മുസ്ലിം ലീഗ് കരുതുന്നുണ്ടോ? അതോ യാദൃശ്ചികമല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആശയപരമായ ദാരിദ്ര്യം എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷം. അവർക്ക് ഇവിടെ കഴിഞ്ഞ 10 വർഷം ഉണ്ടായ ഭരണപരാജയം, ആ ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ജനവിരുദ്ധ നയം, ഏറ്റവും മോശമായ ഭരണമാണ് കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടുള്ളത്. ഈ ദാരിദ്ര്യമുക്ത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിന് യാതൊരുവിധ നീതിയും ആ വാക്കിന് കാണിക്കുന്നില്ല. കാരണം എത്രയോ പാവപ്പെട്ട ആളുകൾ, പട്ടിണി പാവങ്ങൾ ഇവിടെ കിടക്കുമ്പോഴാണ് ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്നു. അതുമാത്രമല്ല, എല്ലാ വിലക്കയറ്റവും മറ്റുള്ള പെൻഷനുകളൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞ് പിന്നീട് ഇലക്ഷൻ വരുമ്പോൾ കൊടുക്കും. കഴിഞ്ഞ സമയത്തും അതിൻ്റെ കിറ്റുകൾക്ക് വേണ്ടി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ അത് അവസാനം ഇലക്ഷൻ വരുമ്പോൾ കിറ്റ് കൊടുത്തു. അങ്ങനെ ഇപ്പം അവർക്ക് ഇനി കിറ്റ് കൊടുക്കാനുള്ള അവസരമില്ല, വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അതുകൊണ്ട് ഇപ്പോൾ BJP എന്താ തന്ത്രമാണ് ഉപയോഗിച്ചത്? ആ രീതിയിലൊരു വർഗീയത പറയുകയാണ്. വർഗീയ കാർഡ് ഉപയോഗിച്ച് ഇവിടെ വീണ്ടും ജനങ്ങൾക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കി അതിലൂടെ വോട്ട് നേടാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഞാനത് കാണുന്നത്. അത് ഒരിക്കലും ഇവിടെ വിജയിക്കില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പം സ്ത്രീകൾക്ക് ഇപ്പം മുസ്ലിം ലീഗ് സമീപകാലത്തൊക്കെ നൽകിയിരിക്കുന്നൊരു പ്രാധാന്യം വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്തയായിട്ട് മാറുകയുണ്ട്. ഇപ്പോൾ ഹരിതയിലൂടെയൊക്കെ രംഗത്ത് വന്ന കുറേ കുട്ടികളൊക്കെ വളരെ ശക്തമായിട്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഇതുണ്ടായി. ഇനിയിപ്പോൾ നിയമസഭയിലും പിന്നെ കൂടുതൽ പുതിയ മുഖങ്ങൾക്ക് പിന്നെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായും മുസ്ലിം ലീഗ് എന്നും പുതിയ മുഖങ്ങളെ പരീക്ഷിക്കുന്നൊരു പാർട്ടിയാണ്. കഴിഞ്ഞ തവണയും ഒരുപാട് പുതുമുഖങ്ങളുണ്ടായിരുന്നു. നല്ല വിജയം നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ തവണ നമ്മുടെ ത്രിതല പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ഒന്നാണ് യുവാക്കൾ. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ തന്നെ ഏകദേശം പ്രവർത്തക സമിതിയിലെ 19ഓളം പേര് മത്സരരംഗത്തുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്തുകൾ പിടിച്ചെടുത്ത ഒരുപാട് കോട്ടകൾ, LDF കോട്ടകൾ പിടിച്ചെടുത്ത് വിജയിച്ചു വന്നവരുണ്ട്. അപ്പം ഇതൊക്കെ യുവാക്കളെ പരീക്ഷിച്ചതുകൊണ്ട് നമുക്ക് ഒരുപാട് യുവതലമുറയെ നമ്മുടെ രാഷ്ട്രീയം നമുക്ക് പറയാനും അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയെന്നല്ല. അതുകൊണ്ട് തന്നെ ഈ സമയം മുസ്ലിം ലീഗ് നേതൃത്വം പുതുമുഖങ്ങളെയും യുവാക്കളെയൊക്കെ പരിഗണിക്കും, പ്രത്യേകിച്ച് സ്ത്രീകളെയും പരിഗണിക്കും എന്ന് തന്നെയാണ്
ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെ അതിശക്തമായിട്ടുള്ള ഒരു ശബ്ദമായിട്ട് വന്നിരിക്കുകയാണ് ഫാത്തിമ നർഗീസ്. ഇപ്പോൾ ഹോർത്തൂസിൻ്റെ വേദിയിലൊക്കെ അവർ നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ ഞാൻ വളരെ താല്പര്യപൂർവ്വം അതിനെ നോക്കിക്കാണായിരുന്നു. പക്ഷേ ഒരു പിതാവ് നടത്തിയ തിരുത്ത് അത് വേണ്ടിയിരുന്നു എന്നുള്ളൊരു ചോദ്യം ഒരു പക്ഷേ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാവും. അത് വേണ്ടിയിരുന്നു ആ തിരുത്ത്? അല്ല, ഞങ്ങൾ ആശയപരമായി സുന്നി ആശയക്കാരാണ്. ഞങ്ങൾ ആ ഒരു രീതിയിലാണ് നമ്മൾ വളർന്നതും. നമ്മുടെ ഒരു വിശ്വാസ രീതിയൊക്കെ അത് തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും പറയാം. അപ്പോൾ പള്ളിയിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള യാദൃച്ഛികമായ വന്ന ചോദ്യത്തിനാണ്. പക്ഷേ അവർ പറഞ്ഞത് പള്ളിയിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ്. പക്ഷേ അതിലുണ്ടാവുന്ന അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു കോൺസിക്വൻസസ്, പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇടകലറുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് സമൂഹത്തിൽ അത് പണ്ഡിതന്മാരൊക്കെ എടുത്ത തീരുമാനങ്ങൾ അതിനനുസരിച്ച് അത് എന്താണോ നമ്മുടെ സുന്നി പണ്ഡിതന്മാർ അതുമായി ഉള്ള അഭിപ്രായം അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. പക്ഷേ അത് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തിരുത്ത് എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പ്രത്യയ ശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ആ തിരുത്ത് ഞാൻ ഇട്ടിട്ടുള്ളത്. അതൊരിക്കലും തിരുത്ത് വേണ്ടായിരുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ ആ ആശയത്തിനെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതിൽ തന്നെ ഞങ്ങളെല്ലാവരും പോകണം എന്നുള്ളത്. അപ്പോൾ മകൾക്കിപ്പോൾ ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഒരു 16 വയസ്സുള്ള കുട്ടിയോട് ചോദിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നൊരു പെട്ടെന്നുള്ള മറുപടി, അതിലുണ്ടാകുന്ന ചെറിയ കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാവും. എങ്കിലും അത് വലിയൊരു സീരിയസ് ആയി എടുത്ത് വലിയ വിപ്ലവം ഇവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മകളുമായിട്ടുള്ള ഇതെങ്ങനെ നേരത്തെ ഇപ്പോൾ ശാബദങ്ങളും അതോടൊപ്പം തന്നെ മുനമ്പറലിയും ഒരു പിതാവും മകനും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അവരുമായിട്ട് നിരന്തരം നമ്മൾ ഇങ്ങനെ സംവദിക്കാറുണ്ടോ? അതോ നമ്മൾ എന്തെങ്കിലും അവരിൽ നിന്ന് സ്വീകരിക്കേണ്ടതുണ്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ടാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പുതിയ തലമുറ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം അത് വ്യത്യസ്തമായ ലോകമാണ്. അപ്പോൾ നമ്മളൊക്കെ അവരോട് കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. പുതിയ വാക്കുകൾ, ജൻസി വേർഡുകൾ, ഇതൊക്കെ അവരിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ പുതിയ ആശയങ്ങളും പുതിയ ട്രെൻഡുകളും നമ്മൾ സംശീകരിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അത് സ്വീകരിക്കേണ്ട രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവരോട് ഇരുന്ന് സംസാരിക്കാൻ നമ്മൾ അല്പമെങ്കിലും ആശങ്കപ്പെടും. കാരണം ഒരു പക്ഷേ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർ വീട്ടിലേക്ക് വരുമ്പോൾ കുറേ സമയം അവരുമായി സംസാരിക്കും. അപ്പോൾ അവരെ പഠിച്ച കാര്യങ്ങളും അവരുടെ ആശയങ്ങൾ ഒക്കെ ഒരുപാട് കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ അവരുണ്ട്. അപ്പോൾ അങ്ങനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ മുനവറലി തങ്ങളുടെയൊക്കെ ഇപ്പോൾ മലേഷ്യൻ പഠനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറേ മൗലികമായിട്ടുള്ള കുറേ പിന്നെ കാഴ്ചപ്പാടുകളും മറ്റതൊക്കെ കേരള ജനത താല്പര്യപൂർവ്വം തന്നെ ഇന്നും അത് നോക്കിക്കാണുന്നുണ്ട്. ആ ദിശയിൽ ഇപ്പം ഗൗരവപൂർണ്ണമായിട്ടുള്ള ഒരു ഏതെങ്കിലും മേഖലകൾ ഇപ്പം മനസ്സിൽ കാണുന്നുണ്ടോ? വായന മുന്നോട്ട് പോകുന്നുണ്ടോ ഈ ഒരു തിരക്കുകൾക്കിടയിലും? ഇല്ല, അതായത് ഞങ്ങളൊക്കെ ഇപ്പോൾ ഒരു സോഷ്യലി ഞങ്ങൾ സമൂഹത്തിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ്. കാരണം നമ്മുടേതായ ഒരു വിഷൻ അനുസരിച്ച് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ സ്വപ്നം കണ്ട പല മേഖലകളും വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ മുന്നോട്ട് നിന്നുകൊണ്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. അപ്പോൾ ഞാൻ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പിന്നെ ഭാരവാഹിയായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കേരളത്തിലെ ഈ മലപ്പുറത്തെ ഏറ്റവും പിന്നെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് യൂണിറ്റി വിമൻസ് കോളേജ്. അപ്പോൾ ഇവിടെയൊക്കെ ഇതിൽ കൂടി ഇൻവോൾവ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരു യൂറോപ്യൻ യൂണിയൻ്റെ ഒരു കൊളാബറേഷൻ ലേണിങ്ങുമായി ബന്ധപ്പെട്ട് പിന്നെ ബാഴ്സലോണ യൂണിവേഴ്സിറ്റിയൊക്കെ നടത്തുന്ന ചില കൊളാബറേഷൻ പദ്ധതിയിൽ അതിലൊക്കെ ഉൾപ്പെടുത്താനും അതിലൊക്കെ സഹകരിക്കാനും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫണ്ടുകളൊക്കെ കൊണ്ടുവരാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. മുനവറലി തങ്ങളിപ്പോൾ കുറേ രാജ്യങ്ങളിൽ യാത്ര ചെയ്തു. യാത്രയും പിന്നെ വലിയൊരു അനുഭവങ്ങൾ ഓരോ യാത്രയും നമുക്ക് നൽകുമെന്ന് പറയാറുണ്ട്. തീർച്ചയായും എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ള യാത്രകളിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയുകയും ചെയ്യുന്നത്. അപ്പോൾ യാത്രയിലൂടെ വായനയും കൂടി ആകുമ്പോൾ നമുക്ക് അതൊരു വലിയൊരു അസറ്റായി നമ്മൾ മാറുകയും നമ്മൾ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് വലിയ എനർജി കിട്ടുകയാണ്. അപ്പോൾ സമൂഹത്തിൽ
നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ യാത്രാവേളകളിൽ ഓരോ കാര്യം കാണുമ്പോഴും ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും, അതിനുള്ള അവസരങ്ങൾ, അത് പൊളിറ്റിക്സ് ആണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും പൊളിറ്റിക്സ് മേഖലയിൽ ഓരോ വികസന പ്രവർത്തനം കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ പിറകോട്ടാണ് നമ്മൾ. പരിസ്ഥിതിയുടെ ഒരു നീതി നമ്മൾ കാണിക്കുന്നില്ല. പക്ഷേ ജർമ്മനി പോയ സമയത്ത് അവിടെ ഏറ്റവും നല്ല ഇൻഡസ്ട്രി നടക്കുന്നൊരു രാജ്യമാണ് യൂറോപ്പിൽ ജർമ്മനി. അപ്പോൾ അവിടെ പരിസ്ഥിതിയോട് ഒരു രീതിയിലും അനീതി കാണിക്കാതെ ഒരു ഫാക്ടറി അവിടെ ഉണ്ട് പോലും ഒന്നും ചെയ്യാത്ത രീതിയിൽ അവിടെ അവർ കൊണ്ടുവന്നിട്ടുള്ള കോൺസെപ്റ്റ്, അതൊക്കെ നമ്മുടെ നാട്ടിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആക്കി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അതുപോലെ ടൂറിസവും ഇപ്പോൾ കേരളത്തിൽ വലിയ പ്രകമ്പനം ഉണ്ടാക്കി അല്ലെങ്കിൽ വലിയ തോതിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആയിരങ്ങൾക്ക് തുണയായതാണ് ബൈത്തുർ റഹ്മ പദ്ധതി. അതോടൊപ്പം തന്നെ CH സെൻറ്റർ. ഇതൊക്കെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പോലും വളരെ ശക്തമായിട്ടുള്ള ഒരു സാമൂഹിക ബന്ധമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഒരു ചാലകശക്തിയായിട്ടും ഈ സംരംഭങ്ങൾക്ക് മാറാൻ പറ്റി. പക്ഷേ പ്രവാസികളോട് മുസ്ലിം ലീഗിൻ്റെ KMCC ഘടകങ്ങളോടൊക്കെ ലീഗ് നീതി ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ മറുപടി? ഇല്ല, പ്രവാസികളുടെ എല്ലാ കാര്യത്തിലും നമ്മൾ നീതി പുലർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബൈത്തുർ പദ്ധതികൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചിട്ടുള്ളതൊക്കെ പ്രവാസികളായിരിക്കണം. അത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് വീടില്ലാതെ ഞങ്ങളുടെ പിതാവിൻ്റെ പേരിൽ നമ്മുടെ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ ഓരോ പഞ്ചായത്തിലോ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഇന്ന് എത്ര വീടുകളുണ്ടെന്ന് പോലും നമുക്ക് എണ്ണാൻ സാധിച്ചില്ല. 10,000 കണക്കിന് വീടുകൾ ഇപ്പോൾ ആയിട്ടുണ്ടാവും. അപ്പോൾ CH സെൻ്ററുകൾ നടത്തിയിട്ടുള്ള ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ആതുര രംഗത്ത്. അപ്പോൾ ഇതൊക്കെ ചാലകശക്തിയായി പ്രവർത്തിച്ചിട്ടുള്ളത് തീർച്ചയായും പ്രവാസികൾ തന്നെയാണ്. പ്രവാസികൾക്കുള്ള അംഗീകാരങ്ങൾ പാർട്ടി നേരത്തെ കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കും തന്നെയാണ് പാർട്ടി തീരുമാനിക്കുക. ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽ നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലും അത് ഉണ്ടാവുമ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റും. നമുക്ക് പ്രതീക്ഷിക്കാം. അതൊക്കെ ഒരു പാർട്ടി അതിനുള്ള തീരുമാനങ്ങളും ഒക്കെ ചർച്ചകളൊക്കെ നടത്തുമ്പോൾ അതൊരു അഡ്വാൻറ്റേജായി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ്. പാർട്ടി എല്ലാ എലമെൻറ്റിനെയും പാർട്ടി അംഗീകരിക്കുന്നതാണ്. നേരത്തെ KMCC നേതാക്കളെ പാർട്ടി അംഗീകാരം കൊടുത്തിട്ടുണ്ട്, അവരെ പരിഗണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒറ്റ ചോദ്യം കൂടി എൻ്റെ ഉള്ളിൽ തോന്നുന്നത്, ഈ അനഭിലഷണീയമായിട്ടുള്ള പ്രവണതകൾ പാർട്ടികൾ അതേത് പാർട്ടികളിലും ഉണ്ടാവും. ഇപ്പോൾ ഇത്തവണ വിജയാഹ്ലാദത്തിനിടയിൽ വളരെ പക്വമായിട്ടുള്ള പ്രതികരണങ്ങളായിരുന്നു സംസ്ഥാന നേതൃത്വവും താഴെത്തട്ടിലൊക്കെ സ്വീകരിച്ചത്. പക്ഷേ ചില കേന്ദ്രങ്ങളിൽ മാത്രം ഈ ചാണകവെള്ളം തളിച്ച് ശുദ്ധിയാക്കൽ ഉൾപ്പെടെയുള്ള ഒട്ടും സുഖകരമല്ലാത്ത ചിലത് കണ്ടു. എനിക്ക് തോന്നുന്നു നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി അതിൽ ചില വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് പാർട്ടിയുടെ അത്തരം അത് കാര്യങ്ങൾ? വളരെ മോശമായ പ്രവണതയാണ്. അത് പാർട്ടി ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതാരാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാൻ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പം വലിയൊരു ഇലക്ഷന് വേണ്ടി ഒരുങ്ങുകയാണ്. എത്രമാത്രം വിജയപ്രതീക്ഷ ഉണ്ട്? വലിയ പ്രതീക്ഷയാണ്. കാരണം ആ പ്രതീക്ഷൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ കിട്ടിയിട്ടുള്ളത്. ആ വിജയം അടുത്ത നിയമസഭയിലേക്കുള്ള ഒരു ഇന്ധനമായിക്കൊണ്ടാണ് നമ്മൾ കാണുന്നത്, ഒരു ഊർജ്ജമാണ്. അപ്പോൾ അതൊരിക്കലും നമ്മൾ ഇപ്പം വിജയിച്ച ഈ വിജയം അത് ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അവരുടെ ദൗത്യം നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ക്യാമ്പയിനിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസും വലിയ രീതിയിൽ ഇപ്പോൾ ഇന്നലെ 10,000 ആളുകൾ പങ്കെടുത്ത പഞ്ചായത്ത് ഉത്സവം വിജയാവരം രാഹുൽ ഗാന്ധി വന്നു. അപ്പം UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. നല്ല വിജയം നേടി. എത്ര സീറ്റൊന്നും പറയാൻ കഴിയില്ല, പക്ഷെ നമുക്ക് ഒരു മോശമില്ലാത്ത രീതിയിൽ നല്ല സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരും. കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാനും ഈ സമൂഹത്തിന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനൊക്കെ കൂടുതൽ ദിഷ്ണാപരമായിട്ടുള്ള നേതൃത്വം നൽകാനും ഇനിയും സാധിക്കട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ്. താങ്ക് യു. എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. ജസാക്കല്ലാഹ്. താങ്ക് യു വെരി മച്ച്.